ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കുറേയേറെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നല്ല റെസ്പോൺസ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അതുപോലത്തെ സാരീസ് സെയിം പാറ്റേൺ അല്ലെങ്കിൽ പോലും അതുപോലത്തെ സാരീസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ അതൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ന്യൂ ഇയറിന് മുമ്പ് തന്നെ മിക്കവാറും അങ്ങനെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും അധികം താമസിയാതെ നമ്മൾ എന്താണെങ്കിലും അങ്ങനത്തെ സാരീസിന്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പം നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ അന്നേരമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ, ഇച്ചിരി മിഡിൽ ഏജ്ഡ് ആൾക്കാരെ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്, യങ്സ്റ്റേഴ്സിന് പറ്റുന്ന പോലത്തെ സാരീസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ച ഒത്തിരി ആൾക്കാർ നമ്മളെ കമന്റ് ആയിട്ടും അതുപോലെ പേഴ്സണൽ ആയിട്ടും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ കാണിക്കുന്നത് കുറച്ച് യങ്സ്റ്റേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാം, എന്നാലും കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കളേഴ്സിന് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് കളേഴ്സാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അത് നമ്മൾ ഓർഗൻസ സാരീസിൽ സെറി ബോർഡേഴ്സ് വരുന്ന പോലത്തെ സാരീസാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ സാരീസ് വീതം കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലെ സാരി തന്നെയാണ്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറാണ് ബ്ലാക്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സെറി ബോർഡർ എന്ന് പറയുമ്പോഴും ഇതൊരിക്കലും ഗോൾഡൻ കളറിൽ വരുന്ന പോലത്തെ അല്ല, നമ്മുടെ ഒരു ബ്രോൺസ് ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡ് ബ്രോൺസും അല്ല, ഈ പറഞ്ഞ പോലെ ഒരു ഡിം ഗോൾഡ് ഷെയ്ഡ് എന്നാ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആ ഒരു കോപ്പർ കളർ അല്ല വരുന്നത്, ആ ഒരു ഡിം ഗോൾഡ് ഷെയ്ഡ്, ഒട്ടും ബ്രൈറ്റ് അല്ലാത്ത ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് പോലത്തെ നല്ല ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിൽ ഫുൾ ബോർഡർ സ്ട്രൈപ്സ് വരുന്നത് പോലത്തെ ഓർഗൻസ സാരിയാണ്. ഇതുണ്ടോ, ഓർഗൻസ സാരി ആയതുകൊണ്ട് തന്നെ ഉടുത്താൽ നല്ല ഒഴുകി ഒതുങ്ങി കിടക്കുന്ന പോലെ, അതായത് നമ്മുടെ സ്റ്റിഫ് ഓർഗൻസ അല്ല, നൈലോൺ ഓർഗൻസ എന്ന് പറയുന്ന ഒഴുകി കിടക്കുന്ന ഓർഗൻസ മെറ്റീരിയലാണ്. ഇതുണ്ടോ, ഫുൾ ബോഡിയിലും ഇതുപോലെ ആ ഒരു സ്ട്രൈപ്സ് വരുന്ന പോലത്തെ സാരിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം, അതിന് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇതുണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഇതെന്താ ഫുൾ ബോഡിയിലും സ്ട്രൈപ്സ് വരുന്ന, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഫസ്റ്റ് ടൈം സാരീസ് യൂസ് ചെയ്യുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ല പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ വൺ ലെയറിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും, ഇപ്പം ന്യൂ ഇയറിനൊക്കെ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ, ഇപ്പോൾ കല്യാണങ്ങളുടെയൊക്കെ കൂടുതലും ടൈം ആയല്ലോ, അപ്പം പിള്ളേരുകൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. വലിയവർക്കാണെങ്കിലും ഫ്ലീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ് താനും, എന്നാൽ ഫുൾ ബോഡി ഈ ഒരു സെറി വർക്കുണ്ട്, ഈ ഒരു സ്ട്രൈപ്സ് ഉണ്ട്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് വെർട്ടിക്കലായിട്ട് തന്നെ ഈ ഒരു സ്ട്രൈപ്സ് വരും. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മളൊന്ന് ശരീരം ഒന്ന് ഫ്രണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ഒതുങ്ങിയതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അറിയാമല്ലോ, വെർട്ടിക്കൽ സ്ട്രൈപ്സ് താഴോട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടി ഒരു വണ്ണം കുറവൊക്കെ തോന്നും. പിന്നെ ബ്ലാക്ക് ഷെയ്ഡും അറിയാം, എല്ലാവർക്കും പൊതുവെ കുറച്ച് വണ്ണക്കുറവൊക്കെ തോന്നുന്നൊരു ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡ്. അപ്പം ഇതിൻ്റെ കൂടെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. പല്ലുവിൻ്റെ എൻഡിലാണ് ബ്ലൗസ് വരുന്നത്. ഇതുണ്ടാവും ഫുൾ സെറി ബോർഡർ തന്നെ, ആ ഒരു ബ്ലാക്കും സെറിയും കൂടെ ഉള്ള സ്ട്രൈപ്സ് ബോർഡേഴ്സ് വരുന്നത് പോലത്തെ ഒരു മെറ്റീരിയൽ, അത് ആ ഒരു ഫുൾ ആ ഒരു ഗോൾഡൻ ലൈൻസ് വരുന്നത് പോലത്തെ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് വരുന്നത്. ആ ബോർഡർ എല്ലാം സെയിം തന്നെ വരും. നമ്മുടെ ബോഡി പോർഷനിൽ നമുക്ക് സാരിയിൽ പ്ലെയിൻ ആയിട്ട് ആ ബോർഡർ എങ്കിൽ ബ്ലൗസിൽ വരുമ്പോൾ ചെറിയ സെറി വർക്കും ലൈൻസും കൂടെ ഉള്ള പോലത്തെ പാറ്റേണിലുള്ള ബ്ലൗസ് വരുന്നത്. ഈവൻ ഇതിൻ്റെ കൂടെ ഈ ഒരു കളറിലേക്ക് ഈ ഒരു സെറിയുടെ കളറിലുള്ള ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ പല്ലു പോർഷൻ ഇതുപോലെ ആ ഒരു ബ്ലൗസ് കണ്ട പോർഷൻ കണ്ടോ, ഇങ്ങനെ ഒരു ഇതായിട്ട് ആ ബ്ലൗസ് കണ്ടതുപോലെ ഒരു ചെറിയൊരു ഈ ഒരു വീതിയിൽ ബ്ലൗസ് കണ്ട പോലെ സ്ട്രൈപ്സ് ഉള്ളത്, രണ്ട് വീതിയുള്ളൊരു സെറി വർക്ക് കൂടെ വരുന്നത് പോലെയുണ്ട് പല്ലു വരുന്നത്. നല്ല ഭംഗിയുള്ള പല്ലു, വളരെ സിമ്പിളാണ്, പക്ഷേ നല്ലൊരു റിച്ച്നെസ് ഉണ്ട്. അതുപോലെ ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ പ്രൈസാണ്. ഇതിന് പ്രൈസ് വരുന്നത് 1695, 1695 റുപ്പീസേ ഉള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മിക്കവാറും ഒക്കെ കല്യാണങ്ങൾക്കൊക്കെ സാരീസ് ചൂസ് ചെയ്യുമ്പം ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ പിന്നെ ഒരു റീയൂസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് സാരി എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും റീയൂസ് ഒക്കെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ആകുമ്പോഴത്തേനും നല്ലതായിരിക്കും. കാണാനും നല്ല ലുക്കുണ്ട്, എന്നാൽ വലിയ കോസ്റ്റ് ഒന്നും വരത്തില്ല. നമുക്ക് വൺ ടൈം യൂസിനൊക്കെ ആണെങ്കിലും, പക്ഷെ നല്ല മെറ്റീരിയൽ ആട്ടോ, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറുമാണ്. ഈവൻ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരും ചൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ് ഇപ്പം ബ്ലാക്ക്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ തന്നെ 2-3 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. വർക്ക് സെയിം തന്നെയാണ് കേട്ടോ, എല്ലാത്തിൻ്റെയും വർക്ക് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഒരു സെറി ബോർഡർ വരും.
ഫുൾ ബോഡി സ്ട്രൈപ്സ് വരും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡിം ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്ട്രൈപ്സ് ആട്ടോ. അത് തന്നെ എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫുൾ ബോഡിയിലും ആ സ്ട്രൈപ്സ് ഒരു എറിച്ച് നിൽക്കുന്ന ഗോൾഡനും അല്ല, എന്നാൽ ഒരു നല്ല സെറി വ്യൂ വരുന്നത് കൊണ്ട് തന്നെ ഒരു നല്ല ലുക്കുണ്ട്. പിന്നെ ഈ സിൽക്ക് അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. അതൊക്കെ കുറച്ചും കൂടെ ഒരു ഓൾഡ് ജെൻ ആ ഒരു പാറ്റേൺ ആയിട്ട് ഇപ്പോൾ നോക്കുന്നവർക്ക് ഓർഗൻസ എപ്പോഴും ഒരു ന്യൂ ജെൻ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആ ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാനും ഈസിയുമാണ്. സാധാരണ ഈ പറഞ്ഞ ഗ്ലാസ് ഓർഗൻസ ഒക്കെ പോലത്തെ കുറച്ചും കൂടെ സ്റ്റിഫ് ഓർഗൻസ ഒക്കെ ഉണ്ട്. അത് വരുമ്പോൾ വീർത്ത് നിൽക്കും. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നവും ഇല്ല, നന്നായിട്ട് ഒതുങ്ങി കിടക്കും. പ്ലീറ്റഡ് ആയിട്ടാണെങ്കിലും സിംഗിൾ ലെയറിലാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഈവൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് വെച്ചിട്ടൊക്കെ പെയർ ചെയ്യാനായിട്ട് പക്ഷെ അവരവരുടെ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ബോർഡറും ഈ ഒരു റിച്ച്നെസ്സും തന്നെയാണ്. ഈ ഒരു റിച്ച്നെസ്സിൽ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്രയും റിച്ച്നെസ് ഉള്ള ഒരു സാരി കിട്ടുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് സെയിം ബ്ലൗസ് വെച്ച് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. ആ ഒരു ഫുൾ ആ ഒരു ഗോൾഡൻ എലമെന്റ് വരും. എസ്പെഷ്യലി ഒരു നൈറ്റ് ഫംഗ്ഷനൊക്കെ കുറച്ചൊന്ന് തിളങ്ങി നിൽക്കാനായിട്ടൊക്കെ നല്ല സാരി കളക്ഷനാണ്. കളേഴ്സും അതുപോലത്തെ കളേഴ്സ് ഇച്ചിരി ബ്ലാക്ക് ആണെങ്കിലും നേവി ബ്ലൂ ആണെങ്കിലും നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു വൈൻ ഷെയ്ഡൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഡേ ഫംഗ്ഷൻ ആണെങ്കിലും ഇത് ഒരു 2-3 പ്രത്യേകതയുണ്ട്. ഈ കളേഴ്സ് നന്നായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കും. അതുപോലെ നമ്മുടെ കോംപ്ലക്ഷനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും ഒക്കെ പറ്റുന്ന പോലത്തെ കളർ കോമ്പിനേഷൻ. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ ഇടുമ്പം നമ്മൾ കുറച്ചുകൂടെ ഫെയർ ആയിട്ട്, അതുപോലെ ഫോട്ടോയിലാണെങ്കിലും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലത്തെ ഷെയ്ഡ്സ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഇതെല്ലാം. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1695 ആണ്. ഈ ഫുൾ ബോർഡറും ഫുൾ ബോഡിയും ചെറിയ വീവ്സ് ഉള്ള ഓർഗൻസ സാരിയാണ്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഈ സാരീസിൻ്റെ ഏതെങ്കിലും ഷെയ്ഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ 3 ഷെയ്ഡ്സ് നമ്മൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പുതിയ ഷെയ്ഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം നമ്മുടെ സ്റ്റോക്കിൽ ഈ 3 ഷെയ്ഡ്സാണ് ഉള്ളത്. ഈ ഷെയ്ഡ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് കൂടുതൽ സ്റ്റോക്ക് നമുക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻസിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ കളക്ഷൻസ് നമ്മൾ സെൻഡ് ചെയ്ത് തരണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കസ്റ്റമൈസ്ഡ് കളക്ഷൻ ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി ആണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഫ്രൈഡേ നമ്മുടെ വീഡിയോ വന്നിട്ടില്ല. നമ്മൾ നോർമലി ട്യൂസ്ഡേസിലും ഫ്രൈഡേസിലുമാണ് വീഡിയോ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം വീഡിയോ റിലീസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുപോലെ നമുക്ക് ഓർഡേഴ്സ് ഒക്കെ ഡിസ്പാച്ച് ചെയ്യുന്നതിൽ 1-2 ദിവസത്തിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ്. ഞാൻ പേഴ്സണലി വിളിച്ചവരെയൊക്കെ അത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ പറയുന്നതിന് ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ മുമ്പോട്ട് വരുന്ന നമ്മുടെ വീഡിയോസിനും ഒക്കെ സപ്പോർട്ട് തരണം. താങ്ക് യു ഫോർ വാച്ചിങ്.